അവരുടെ മരണം നടന്ന കുടുംബത്തിലേക്ക് ഒരു വർഷത്തിന് ശേഷം ആ കുടുംബത്തിൻ്റെ നാട്ടുകാരുമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. രംഗത്ത് ശ്രീമതിമാർ സോമ പണിക്കർ, രജനി തോമസ്, ശ്രീകല സുരേഷ്, സർവീശ്രീ ഡോക്ടർ നാട്ടു, തോമസ്, മേജർ ജയൻ തോമസ്, ആവിഷ്കാരം ഡോക്ടർ നിർവഹിക്കുന്നു. പെരുമാറുന്നു. ഈ വെള്ളം ഒന്ന് കുടിച്ചില്ല. എന്റെ അപ്പൻ എവിടെ? ഞങ്ങളിവിടെ നിന്ന് നോക്കിയിരിക്കാന്ന് പറഞ്ഞില്ലേ? മങ്ങില്ല വരെ മറൈൻ ഡ്രൈവിൽ പോയതല്ലയോ? ഞാൻ എപ്പോഴാ വരുന്നത്? കൊച്ചിന് പനിയും പിടിച്ചിരിക്കുന്നു. എന്തായിരുന്നു അവിടുത്തെ ആള്? മഹാസമുദ്രം തന്നെ. ഇന്നത്തെ മറൈൻ ഡ്രൈവിന്റെ ആള് ശരിക്കും ജനസമുദ്രം തന്നെയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ പുഷ്പവൃഷ്ടി സ്വന്തം രാജ്യത്തില്ലെങ്കിൽ പോലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാമോ? ഇന്ന് വേണ്ട. ഓ, ഗംഭീരമായിരുന്നു. അയ്യോ ഞാന് നിന്റെ പറഞ്ഞോടാ, എടിയ കുഞ്ഞുമോളെ, നീ ഈ പകൽക്കാലം ഈ പയ്യനെ നോക്കാതെ എവിടെ ഊരാടി അടച്ചായിരുന്നു? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇന്ന് പകൽക്കാലം സർക്കാർ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ കർത്താവിന്റെ വിളി എനിക്കുണ്ടായിരുന്നു. ഓർത്തഡോക്സ് വിധിപ്രകാരം ആചപ്രകാരം ഞാൻ നിന്നെ കല്യാണം കഴിച്ചതാണ്. നിങ്ങളുടെ ഈ വീട് പുലർത്താൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് സ്വന്തം മോൻ അസുഖമായിരിക്കുമ്പോൾ അവള് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മയിൽ പോയിരിക്കുന്നെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കുഞ്ഞുമോളെ. നിങ്ങൾക്ക് ഇതുപോലെ ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഉത്തരവാദിത്തം ഇങ്ങനെ മഹാസംഗമത്തിൽ പോകാനാണ്. ഞങ്ങൾക്ക് ഇനി ഒത്തിരിയായിട്ട് പോകാനുണ്ട്. അറിയാമോ? പദയാത്രകളുണ്ട്, തെക്കൻ കരിമല, വടക്കൻ കരിമല എല്ലാം പോകാനുണ്ട്. നീ എടി ഓടി കുഞ്ഞുമോളെ, ഈ സംഭവത്തിന് ഇനി പാടില്ല. ഒരു സെക്കൻഡ്. ഈ അമ്മയ്ക്ക് ആര്? ഇവരൊക്കെ എങ്ങനെ ഈ വീട്ടിനകത്ത് കയറി? എന്റെ വീട്ടിനകത്ത് ഇവരൊക്കെ എങ്ങനെ വന്നു? ഇത് ഞങ്ങളുടെ സൂപ്രണ്ട് അമ്മാന്റെ മകൻ. ഓ, സൂപ്രണ്ട് അമ്മാമ അല്ലേ? അമ്മാമേ, എന്റെ നമ്മള് സെൻസർ പള്ളിയിൽ വെച്ച് തിരുമേനി വന്ന് നടത്തിയ കല്യാണമായിരുന്നു നമ്മുടെ. മനസ്സിലാവോ? അങ്ങനെയുള്ള കുഞ്ഞുമോളെ ഞാൻ എടി കുഞ്ഞുമോളെ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും? പാടില്ല. അതൊക്കെ പണ്ട് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ആക്കുളങ്കായലിൽ വെച്ച്. അതുകൊണ്ട് ഇന്ന സഹോദരി എന്ന് മാത്രമേ സ്വന്തം കല്യാണം കഴിച്ച ഭാര്യ എന്ന് വിളിക്കണമെന്ന് സഹോദരി എന്ന ഭാര്യയെ വിളിക്കേണ്ടി വരുന്ന ആദ്യത്തെ ഓർത്തഡോക്സുകാരനും ഞാൻ തന്നെ ആയിരിക്കും. 3 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ആക്കുളം കായലിൽ നിന്ന് മുക്കിയെന്ന് എല്ലാം വ്യക്തമായി. സഹോദരി ആമേനല്ല, എന്റെ വല്യമ്മച്ചിയുടെ പാലക്കാമാല, കാതിലിട്ടിരുന്ന തോട, ഇതെല്ലാം ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് കൊണ്ടു നടന്നതാ. 3 മാസമായിട്ട് ഇതെല്ലാം ഊരിയിട്ട് മെഴുക്ക് പറിച്ച പോലെ നടക്കുന്നു. എവിടെ എന്റെ അമ്മച്ചിയുടെ മാലയെല്ലാം? അതെല്ലാം അമ്മയ്ക്ക് കൊടുത്തു. ഇവിടെ അതെല്ലാം ഞങ്ങളുടെ അലമാരയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റിലാണ് ജോലി. AG ഓഫീസിൽ ശമ്പളം കിട്ടിയ കവർ പോലും പൊട്ടിക്കാതെ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് കൊണ്ട് തന്നോണ്ടിരുന്നതാ ഇവള്. 3 മാസമായിട്ട് ഒരു പൈസ പോലും തരുന്നില്ല. അതെല്ലാം എവിടെ പോകുന്നു? അതും ഞാൻ അമ്മാമ്മയ്ക്ക് കൊടുത്തു. ദശാംശമോ? AG ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ദശാംശം അറിയത്തില്ലേ? അമ്മാമ്മ എന്ത് ദശാംശം? സഹോദരിക്ക് കൊടുത്തു. ദശാംശം സഹോദരി. അപ്പൊ ബാക്കി 10-9
ബാക്കി ഞങ്ങൾ എടുത്തു. ഓഹോ, അതിപ്പോ എവിടെ ഉണ്ട്? അതും ഞങ്ങളുടെ അലമാരയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ അലമാരയുടെ കാര്യം. ഭക്ഷണം ഞങ്ങൾക്ക് വന്നിട്ട് ഇതാണോ ദശാംശം? എന്താ അങ്കിൾ, രാത്രിയിലേക്കുള്ള മട്ടൻ ബിരിയാണി റെഡിയാണല്ലോ അല്ലേ? മട്ടൻ ബിരിയാണിയോ മോനെ? ഇന്ന് പകൽക്കാലം രാവിലെ എന്താ നിങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോ മൂട്ടക്കറി. കൊള്ളാം. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, വൈകുന്നേരം മട്ടൻ ബിരിയാണി. ഇങ്ങനെ വേണം ഊഹാത്ര ഭാഗത്തിന് ഓർത്താൻ. ഞാൻ ഒന്ന് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, നീ ഈ അമ്മച്ചിയുടെ മോനാന്നല്ലേ പറഞ്ഞത്? പഠിക്കേണ്ട സമയത്ത് 4 ലക്ഷം പഠിച്ച് ആ ACS ഓഫീസർ ഡോക്ടർ ബിജു ജേക്കബിനെ വല്ല പറ്റി ആവുന്നതിന് പകരം നീ എന്തിനാടാ ഇങ്ങനെ ഈ പാട്ടും പാട്ടായിട്ട് നടക്കുന്നത്? ഈ അങ്കിൾക്ക് ഒരു ചുറ്റും അറിയില്ല. പഠിക്കുവാനും പരീക്ഷ എഴുതാനും വളരെ പ്രയാസം. പാട്ട് പാടുവാനും പാസ് ആവാനും എത്ര എളുപ്പം. കാര്യം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് അയലോക്കക്കാരിയാണെങ്കിലും മേയറായതിനു ശേഷം ഇന്ന് വരെ ഇവിടെ കാലെടുത്ത് വെച്ചിട്ടില്ല. മേയറെ എന്താ ഇങ്ങോട്ട് ഇട്ട് വരാൻ കാരണം? ഇല്ലാത്ത മേയർ വരികയോ? എന്താ മേയർ എവിടെ പോയിട്ടായിരുന്നു? ക്രിസ്ത്യാനി പോയിട്ടായിരുന്നു. ഭാഗ്യവതി. ഞാന് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് പറയുന്നത്. വത്തിയുമില്ല കാലുമില്ല. വേറെ വലിയ ഭാഗ്യവതിയാണ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഹോളി ഫാദർ മാർപ്പാപ്പ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്വന്തം കർദിനാൾ തിരുമേനിയെ ബ്ലസ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു. കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. കഴിഞ്ഞ 1.5 കൊല്ലമായി ചവറിന് പെട്ട് ഞാൻ പെടാ പാടുപടിയായിരുന്നു. ഇതെന്റെ പുനർജന്മം. നേരത്തെ ജന്മജന്മം കിട്ടി. പക്ഷെ ഞങ്ങളുടെ ജന്മം ഒടുങ്ങാറായി. അവരാണ് കൂടി വരുന്നു. നാട്ടിലെ മുഴുവൻ പനി. എന്റെ മോന് ഡെങ്കിപ്പനിയാണെന്നാണ് തോന്നുന്നത്. പുരുഷൻ കൊണ്ടയും ഞാൻ പത്തിക്കാൻ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. കച്ചവടം പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അത് തരാം. അവന് കൊടുക്ക്. മാത്രമേ വായിക്കുന്നത്. കർദിനാളെന്നാണ് പോലും ഇങ്ങനെ ആശീർവദിക്കുന്നില്ല. കോർപ്പറേഷൻ ഓഫീസിലോട്ടാണോ? അല്ല, വത്തിക്കാനിലെ. അതെന്താ? അവിടെയാവുമ്പോ ടവറില്ല, ഡെങ്കിപ്പനിയില്ല, വിളിപ്പിക്കാലില്ല. അത് തന്നെയാണ് മോഹൻ ആരോഗ്യത്തിനുള്ളത്. സഭയിൽ നല്ല കൊഴിഞ്ഞു പോക്ക് തടഞ്ഞിരുന്നെങ്കിൽ ഒരു കർദിനാളിനെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അമ്മാമേ, സാത്താൻ കടന്നു പോയിരിക്കുന്നു. സ്നാന ശുശ്രൂഷ ആരംഭിച്ചോളൂ. മോനെ, ഇത് കർദിന അവിടെ ഇതൊക്കെ ചെയ്താന്നല്ലേ പറഞ്ഞു. നേരെ തന്നല്ലേ, നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം എന്താ സംഭവിക്കാൻ അറിയാമല്ലോ. അവന് ഭയങ്കരമായ പനിയുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പോകുന്നു. മോനെപ്പാ സ്നാനപ്പെടുത്താനോ? ഇവന് 3 മാസം പ്രായമുള്ളപ്പോ സെൻസർ പള്ളിയുടെ തൊട്ടിയിൽ ഇവനെ സ്നാനം ചെയ്തതാണ്. എന്നിട്ട് എന്റെ അപ്പൻ, എന്റെ തലവട്ടപ്പൻ സാത്താനെ പുറത്താക്കുന്നു, മെസ്സിഹായെ സ്വീകരിക്കുന്നു എന്ന് 3 തവണ പറഞ്ഞതാണ്. അതുകൊണ്ട് ആർക്ക് പ്രയോജനം? എന്റെ അപ്പൻ പ്രയോജനം. ഇവന് ഇതുപോലെ തലവട്ടപ്പനാവുമ്പോൾ പ്രയോജനം കിട്ടും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഇവന് സ്നാനം ചെയ്യേണ്ടതില്ല. അതൊരു വലിയ ചോദ്യമാണ്. ഇന്ന് പകൽക്കാലം ഇവൻ മരിച്ചാൽ എവിടെ പോകും? ഇങ്ങനെ സംശയം വരുമ്പോൾ ഞാൻ ബാബുവിനെ വിളിക്കാം. അച്ഛനെ വിളിച്ച് ചോദിക്കാം. ഹലോ, ഹലോ, ബാബുവില്ലേ?
അച്ഛൻ ഒരു അച്ഛന്റെ കാര്യം അച്ഛൻ വാർത്തയിലാണെന്നോ എന്തിനച്ഛൻ വാർത്ത പറഞ്ഞിരിക്കുന്നത്? നാലാഞ്ചര പള്ളിയുടെ നിന്റെ വാർത്തയിലാണ്. അച്ഛ ഒരു വലിയ പ്രശ്നം അച്ഛ ഒരു വലിയ പ്രശ്നം നമ്മുടെ തിരുമേനി എവിടെ ഉണ്ടല്ലോ ബോസ്റ്റൺ എയർപോർട്ടില് ആവശ്യത്തിന് ഒരു സാധനം കിട്ടുന്നില്ലോ. അച്ഛ ഒരു സംശയം ഇന്ന് കാലത്ത് പകൽക്കാലം ഞാൻ മരിച്ചാൽ എവിടെ പോകും? ആശ പറഞ്ഞല്ലോ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആശൂര് പള്ളിയിലെ ഇല്ലെങ്കിൽ മലമുകളിലെ സമ്മാനിക്കുഴിയിൽ പോകുന്നു. ഇതൊന്നും നമ്മുടെ മകന് കൃപ കിട്ടുകയില്ല. അവനെ സ്നാനപ്പെടുത്തുമോ മാമേ? മോറാൻ വാലോകാൻ കോടിയാൻ ഇവിടെ 3 ദിവസമായിട്ട് വെള്ളം വരുന്നില്ല. ബാത്റൂം സ്നാനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് വേണ്ട. പെന്തിക്കോസ് വരുന്നില്ല പോലെ പാട്ടും കുത്തും അട്ടഹാസും എന്തുമില്ല. അലിയ മൂത്ത അലിയ നന്നായി കേട്ടോ. ഇവിടെ ഇപ്പൊ രാവിലെ വീട്ടിലെ മൂത്തമ്മ പശുവിനെ വെച്ചിട്ടാൻ പോയതാ. മഴ വീണു. തലയിട്ടം വീണ് അവരുടെ ബോധം കിട്ടു. ബോധം കെട്ടുന്ന ഡോക്ടർ പറയുന്നു. അങ്ങനെ ഒരു വിധത്തില് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് NRI എടുക്കണമെന്നോ സ്കാൻ എടുക്കണമെന്നോ 10,000 രൂപ വേണം. അലിയനും പെങ്ങളൊക്കെ ഉള്ള പൈസ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒരു പൈസ എടുത്തില്ല. നിന്നും അതിൽ പോരുന്നതല്ലേ അലിയ കുറച്ച് പൈസ വന്നു. ഒരു 15,000. കഴിഞ്ഞ 3 മാസമായിട്ട് കേന്ദ്ര വിനിയോഗം കിട്ടുന്നില്ല. സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. അലിയ സ്വന്തം പെങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ. കുഞ്ഞുമോളെ കുറച്ച് പൈസ തന്നെ ഒരു 15,000 രൂപ തന്നെ. അത്ര രൂപയല്ലേ? ആവശ്യമില്ല മകനെ. അത്രയല്ലേ ഉള്ളൂ. എന്നെ സഹോദരനും ഞാൻ സഹോദരിയും അറിയിക്കുന്നു. നിങ്ങളുടെ അപ്പം ജീവിതത്തിൽ കൊണ്ട് കൊണ്ടുവന്നാൽ നദിയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം വിളിക്കും. അയ്യോ മകനെ, ആ മകൾ സൂസമ്മ ഇപ്പോൾ എവിടെയാണ്? മെഡിക്കൽ കോളേജിൽ 3ാം നിലയിൽ ട്രിപ്പ് ചേർത്തിരിക്കുക. മകനെ, നീ ആ മെഡിക്കൽ കോളേജിന്റെ 3ാം നിലയിലേക്ക് കയറി ചെല്ലുക. ആ ട്രിപ്പ് വലിച്ചൂരി 3ാം നിലയിലേക്ക് തലയിൽ 6 കാര്യം കൂടെ കിട്ടും. മകനെ, മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വാചനം കൊണ്ട് അത്രേയെന്ന് സുവിശേഷം പറയുന്നു. ആമേൻ. 10 പൈസയും ഞാൻ തരികയില്ല. ഇവിടെ ഊടാടാതെ കടന്നു പോകണോ നീ? കടന്നു ഇപ്പൊ ഒരു കാര്യം മനസ്സിലായത് ഉന്നത ദിവസത്തിൽ പറഞ്ഞിട്ടുള്ള ഭരിക്കപ്പെട്ടവർക്ക് സ്നാനമോക്ഷങ്ങളാണ് അലിയന്റെ പെങ്ങൾ. സഭ പറയുന്നത് ഇങ്ങനെയുള്ളവരെ നമ്മൾ ഭാര്യയായിട്ട് വയ്ക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഇന്നുകളിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാര്യയുമല്ല അലിയനിന്റെ അലിയനുമല്ല. അലിയന് വേറെ പണി നോക്കണില്ല. നമ്മുടെ തിരുമേനിയാരും കരുതി നടക്കാൻ പറ്റും. ഞാനും നോക്കത്തില്ല. അമ്മാമേ, നമുക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയമായി. നമുക്ക് ഇരുട്ടു മുറിയിലേക്ക് പോകാം. ആരുമില്ലാത്തവർക്ക് ദൈവം തോന്നും. എനിക്കെന്റെ കർത്താവ് മതി.
എന്താ മോനെ? എനിക്ക് തീരെ വയ്യ. ഇവിടെ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തിയും പ്രവർത്തിയില്ലാത്ത പ്രാർത്ഥനയും ഒരു സേവന വർഷം നന്ദി നമസ്കാരം.